പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മളുടെ ചുറ്റുപാടുകളെ, അല്ലെങ്കിൽ സത്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അത് സത്യമാണ്. അതിനോടാണ് നമ്മൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത്. അതായത് കോംപ്രിഹെൻഡ് ചെയ്തിട്ടുള്ള ഒരു റെസ്പോൺസ്, അതാണ് നമ്മുടെ ബ്രെയിൻ അതിനോട് ട്യൂൺഡാണ്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ അങ്ങനെയല്ല നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. ദൈവം പറയുന്നത് വാഗ്ദത്തത്തെ ബേസ് ചെയ്ത് വേണം നമ്മളുടെ റെസ്പോൺസ് വരാൻ. ഇപ്പോൾ ഒരു വലിയ ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ച്, ഒരു വലിയ മിഷനിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ദൈവം ഏൽപ്പിച്ച ആ വാഗ്ദത്തം, അല്ലെങ്കിൽ നമ്മളെ ഈ ദൗത്യം ഏൽപ്പിച്ച ആ ഗവൺമെൻറ്റിൻ്റെ, ആ അതോറിറ്റിയുടെ അധികാരത്തെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളുടെ റെസ്പോൺസ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ട് കനാൻ ദേശത്തോട് അടുക്കുമ്പോൾ മോശ ദേശത്തെ ഉറ്റുനോക്കുവാൻ വേണ്ടി 12 ഗോത്രങ്ങളും തിരഞ്ഞെടുത്തിട്ട് വിടുകയാണ്. വലിയൊരു മിഷനാണ് ലഭിച്ചിരിക്കുന്നത്. അവർ പോയിട്ട് ദേശം നോക്കണം, പുഷ്ടിയുള്ള ദേശമാണോ നോക്കണം, അവിടുത്തെ മനുഷ്യർ എങ്ങനെയുള്ളവരാണെന്ന് നോക്കണം, ബലവാന്മാരാണോ, ഫലങ്ങളുണ്ടെങ്കിൽ കൊണ്ടുവരണം. ഒരു വലിയ മിഷനാണ്. അവരവിടെ ചെന്നിട്ട് ഒരു ഫാക്ട് ഫൈൻഡിങ് മിഷനാണ്, പുതിയ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മിഷൻ. അവരവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് അവർ വലിയ റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആ റിപ്പോർട്ട് അനുസരിച്ചാണ് അടുത്ത മൂവ്മെൻറ്റ് വരാനിരിക്കുന്നത്. അവർ വന്ന റിപ്പോർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫാക്റ്റാണ്, സത്യമാണ്, തെറ്റൊന്നും അവർ പറഞ്ഞില്ല, അല്ലേ? ഫലഭൂഷ്ടിയുള്ള ദേശമാണ്, വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജനം ബലവാന്മാരോളം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ഉത്തരം വരുന്നത് ബലവാന്മാരാണ്, അധികായന്മാരാണ്. അവരുടെ മക്കളെ ഞങ്ങളുണ്ട്, അനാക്യം മല്ലന്മാർ, അവരുടെ മക്കൾ ഒരു കാര്യം അവരോട് ചെയ്തു. അത് ഒരിക്കലും അവരോട് ആവശ്യപ്പെട്ടതല്ല. അവരെയും ആ ദേശത്തെ ഈ അധികായന്മാരും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. പലപ്പോഴും നമ്മളും ചെയ്യുന്നത് നമ്മളുടെ എബിലിറ്റി, അല്ലെ നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ ഒരു വില ഇട്ടിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കിയാണ്. അവർ പറയുകയാണ്, ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ ഞങ്ങൾക്ക് തോന്നി. സത്യമാണ് അവർ പറഞ്ഞത്. പക്ഷേ ദൈവിക വാഗ്ദത്തത്തിലൂടെ അവർക്കതിനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ കാലേബ് വിളിച്ചു പറഞ്ഞു, നമ്മൾ ആ ദേശം പിടിച്ചടക്കും, കാരണം നമ്മളോട് ദൈവമുണ്ട്, അല്ലേ? ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ നമ്മൾ ആ ദേശം പിടിച്ചടക്കും, അല്ലേ? അവർ നമ്മളുടെ ഇരയാണ്, അല്ലേ? അവർ നമ്മൾക്ക് കീഴടങ്ങിപ്പോകും, അല്ലേ? അതാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ, അല്ലെ? വാഗ്ദത്തത്തിൻ്റെ റെസ്പോൺസാണത്. നമ്മളെ ദൈവം അയക്കുന്ന ഒരു പദ്ധതിയുടെ മുമ്പിൽ ഒരു വാഗ്ദത്തത്തിൻ്റെ റെസ്പോൺസ് ആയിരിക്കണം ഈ ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുക. എന്നിട്ട് ഈ യാത്രയിൽ ഈ ഫാക്ട് ഫൈൻഡിങ്ങിനെ അവർ സമ്മപ്പ് ചെയ്യുന്നത് എനിക്കൊത്തിരി ചിന്താവഹമായ ഒരു കൺക്ലൂഷൻ കൊടുത്തു. അവർ പറഞ്ഞു, കൊള്ളയടിക്കപ്പെട്ടു പോകും. അവർ കണ്ട ഫാക്റ്റിൻ്റെ സൊല്യൂഷൻ, അതിൻ്റെ റിസൾട്ടാണ് അവർ പറയുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു പോകും. അപ്പോൾ എനിക്ക് അതിൻ്റെ റെസ്പോൺസ് വന്നപ്പോഴാണ് എന്നെ ദൈവത്തിൻ്റെ റെസ്പോൺസ് നോക്കണം. നീ കൊള്ളയടിക്കപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ ആ കുഞ്ഞുങ്ങൾ അവിടെ കിടക്കും. പക്ഷേ ദൈവിക വാഗ്ദത്തത്തിനെ വേ ചെയ്തപ്പോൾ, മാനുഷികമായ സത്യം വെച്ച് നീ വേ ചെയ്തപ്പോൾ നിനക്ക് തെറ്റുപറ്റിയത് കൊണ്ട്, അല്ലേ? ദൈവീക അധികാരത്തിൻ്റെ അതിൻ്റെ മഹിമയെ നിനക്ക് നിൻ്റെ മാനുഷിക ചിന്താഗതിയിൽ വേ ചെയ്തതിൽ നീ പരാജയപ്പെട്ടത് പോയതുകൊണ്ട് നീ അവിടെ കടക്കത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ വാഗ്ദത്തത്തെ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യുവാൻ, കാര്യങ്ങളെ റെസ്പോണ്ട് ചെയ്യുവാനായിട്ട്. നോക്കിയോ, ശമരിയിൽ വലിയ ക്ഷാമം നിൽക്കുമ്പോൾ എലീശ പ്രവാചകൻ ഒരു പ്രവചനം ഒന്നും നോക്കിയില്ല. അന്നത്തെ സിറ്റുവേഷൻസ്, പ്രാകാഷ്ടവും കഴുതത്തലയ്ക്ക് പോലും ഭയങ്കര വില, അതുപോലും കഴിക്കുവാൻ ആ സമയത്ത് പ്രവാചകൻ വിളിച്ചു പറയുക, നാളെ ഈ നേരത്ത് ശേക്കൽ 2 സഭ യവവും 1 സഭ ഗോതമ്പും വിൽക്കും. അപ്പം സത്യം ശരിയായി അറിയാവുന്ന അകമ്പടി നായകൻ ഇദ്ദേഹം മണ്ടനായിരിക്കും, അല്ലേ? ഈ പ്രവാചകൻ മണ്ടനായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവചനം തെറ്റിയതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് റിമൈൻഡ് ചെയ്യുക. ഇനി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും അതൊന്നും സംഭവിക്കത്തില്ല, ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ മറുപടി വന്നു, അല്ലേ? ഏതോ അധികാരമാണ്, ഏതോ വിശ്വാസമാണ് പ്രവാചകന്. നീ അത് കാണും, പക്ഷെ നീ അത് അനുഭവിക്കത്തില്ല. കണ്ടോ, പറഞ്ഞു വാക്തത്വം പറയാൻ പറഞ്ഞവൻ്റെ അധികാരത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്
പ്രവാചകൻ ആ ശക്തമേറിയ ദൂത് വിളിച്ചു പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചെന്ന് നോക്കി. ആ ശത്രുവിനെ കൊണ്ടുവന്നു. ശത്രു വന്ന് പാളയം ഇട്ടു. ശത്രു പാളയം അല്ലേ, ഭയപ്പെട്ടു പോയി കാണും ശത്രുവിൻ്റെ വളയം വരുമ്പോൾ. പക്ഷെ ശത്രുവിൻ്റെ പാളയത്തിൽ നിന്നാണ് അവിടെ കൊള്ള കൊണ്ടുവന്നത്. ചില സമയത്ത് ശത്രു പ്രബലപ്പെടുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് അല്ലേ. ഹാമാൻ കഴുകുമരം പണിഞ്ഞപ്പോഴാണ് രാജാവിൻ്റെ ഓർമ്മയിൽ വൃത്താന്തപുസ്തകം കൊണ്ടുവരാൻ ഓർമ്മിപ്പിച്ച് മൊർദെഖായി അകത്ത് വന്നത്. ഒരു ചിന്താഗതിയോടെ പറയട്ടെ, യെഹെസ്കേൽ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുപോയിട്ട് കർത്താവ് ചോദിക്കുകയാണ്, ഇത് ജീവിക്കുമോ? പ്രവാചകൻ ചോദിക്കുകയാണ്. പ്രവാചകന് സത്യം ഫാക്റ്റ് എന്താ? അസ്ഥി കൂമ്പാരമല്ലേ, നിന്ദിക്കപ്പെട്ട് കിടക്കുകയല്ലേ. പക്ഷേ പ്രവാചകൻ പറഞ്ഞു ഒരു കാര്യം, കർത്താവെ നീ അറിയുന്നു. പക്ഷേ ദൈവം മറുപടി പറയുക, നീ ഇതിനോട് പ്രവചിക്കണം. ശ്വാസം വരുമെന്ന് നീ പ്രവചിക്കണം. കണ്ടോ, സത്യത്തിൻ്റെ മേൽ, റിയാലിറ്റി, ഡിപ്രഷൻ ഉണ്ടാക്കുന്ന റിയാലിറ്റിയുടെ മേൽ, നിരാശയുണ്ടാക്കുന്ന റിയാലിറ്റിയുടെ മേൽ, വഴിയില്ലാത്ത റിയാലിറ്റിയുടെ മേൽ നീ വിളിച്ചു പറയണം, ഇന്ന് കണ്ട മിസ്രൈമിനെ നാളെ കാണത്തില്ല. അതാണ് വിശ്വാസത്തിൻ്റെ, വാഗ്ദത്തത്തിൻ്റെ വടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെക്കുമ്പോൾ അവിടെ പുതുവഴി തുറക്കപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 38 സംവത്സരം പക്ഷപാത രോഗിയായ ഒരു മനുഷ്യൻ അല്ലേ, കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആ ബെഥസ്ദാ കുളക്കരയിൽ കിടക്കുകയാണ്. ഒരു സൗഖ്യം കിട്ടാൻ വേണ്ടി കിടക്കുകയാണ്. സൗഖ്യം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കർത്താവ് അവനെ വന്ന് കാണുകയാണ്. കർത്താവ് ചോദിച്ചു, നിനക്ക് സുഖമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മറുപടി സത്യമാണ്. അവൻ പറഞ്ഞത് ഫാക്റ്റ്. അവൻ പറയുകയാണ്, ഇവിടെ എന്നെ ഈ കുളത്തിലിറക്കാൻ ആരുമില്ല. ഒരു വിധത്തിൽ ഞാൻ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ ഇറങ്ങുകയാണ്. കണ്ടോ, സത്യം. പക്ഷേ അതാണ് ഫാക്റ്റ്. അതുകൊണ്ടാണ് 38 സംവത്സരം അവിടെ കിടക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ അവിടെ കിടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ്റെ വിശ്വാസം കൊണ്ട് പക്ഷേ സൗഖ്യമായി പോയതിനെയും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതാണ് സത്യം. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ കിടക്കെടുത്ത് നടക്കാം, നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാം. കണ്ടോ, സത്യത്തിൻ്റെ മുകളിൽ അല്ലേ, എങ്ങനെയാണോ സാഹചര്യമായിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു കരം ചലിക്കുകയാണ്. അതാണ് വിശ്വാസത്തിൻ്റെ അല്ലെ വാഗ്ദത്തത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ചുറ്റിപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളുടെ മേൽ ഒരു വാഗ്ദത്തത്തിൻ്റെ കാഴ്ചപ്പാട്, ഒരു വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധിയെ നേരിട്ട് അപ്പുറം കടക്കും. നമ്മുടെ മിനിസ്ട്രി ലെവലിലായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ, കർത്താവ് പറയുന്നു, വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് സാഹചര്യം പറയുന്നതിന് എതിരായിട്ട് ഒന്ന് കാണുവാൻ ശ്രമിക്കട്ടെ. പിറകിൽ ശരിയാണ്, മുമ്പിൽ ചെങ്കടലാണ്, അലറി വിളിക്കുന്ന ചെങ്കടലാണ്, പുറകിൽ ഫറവോൻ്റെ സൈന്യമാണ്. അതിൻ്റെ ശബ്ദം കേൾക്കും തോറും ഭയം വരികയാണ്. അതാണ് സത്യം. പക്ഷെ മോശ പറഞ്ഞു, ഉറച്ചു നിൽപ്പീൻ, ഈ കണ്ട മിസ്രൈമിനെ നാളെ കാണത്തില്ല. മോശ കർത്താവിനോട് ചോദിച്ചു, എന്ത് ചെയ്യും? വാഗ്ദത്തത്തിൻ്റെ വടിയില്ലേ നീ നീട്ടാൻ പറഞ്ഞു. കണ്ടോ, നമ്മുടെ വാഗ്ദത്തത്തിൻ്റെ വടി. ഏതാണ് ഈ വാഗ്ദത്തത്തിൻ്റെ വടി? കർത്താവെന്ന വാഗ്ദത്തം അത് വിശ്വാസമായി പരിണമിക്കുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ വഴികളെ തുറക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വെച്ച കാലുകൾ മുന്നോട്ട് തന്നെ പോകട്ടെ. ദൈവാത്മാവ് നിങ്ങളെ അതിനുവേണ്ടി നടത്തട്ടെ. ഒരു ശക്തരായി ഗോലിയാത്തുമാരെ വെല്ലുവിളിക്കുവാൻ, രാജാക്കന്മാരും അഭിഷിക്തം നഷ്ടപ്പെട്ടവർ പരാജയപ്പെട്ടെടുത്ത് ദാവീദിനെ പോലെ ചെന്നിട്ട് മുമ്പിൽ നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ശക്തമായി അനുഗ്രഹിക്കട്ടെ.